ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വൈറ്റി സ്റ്റുഡിയോ ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ 1-2 ദിവസം കൊണ്ട് കണ്ടു തുടങ്ങുന്നതാണ്. വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നത്. ആ നോട്ടിഫിക്കേഷൻ നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ വേണ്ടി ഞാൻ കുറച്ച് ലൈവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഓരോരുത്തർക്കും അങ്ങനെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാനൊന്നും ചെയ്തിട്ടില്ല, അത് അങ്ങനെ ഇട്ടേക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു. അപ്പം അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാനാണ് ഞാൻ വന്നത്. ആ നോട്ടിഫിക്കേഷൻ വന്നത് നല്ലതാണോ അതോ ചീത്തയാണോ, ആ നോട്ടിഫിക്കേഷനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു വീഡിയോസാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും ഒന്ന് കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ കാണാത്ത ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ട് നമ്മുടെ ചാനലിനുണ്ടാകുന്ന എഫക്റ്റ് എന്താണെന്നും ഇത് ഓൺ ആക്കണോ ഓഫ് ആക്കണോ എന്താണ് വേണ്ടതെന്നും അപ്പം അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വരുത്തുകയാണ് ഞാൻ നിങ്ങളോട് കേട്ടോ. ഇപ്പം അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇത് ശരിയായിട്ടും യൂസ് എന്താണ് ചെയ്യുന്നത്, ഇതുകൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോഴുണ്ടല്ലോ ഈ ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും ഇങ്ങനെയൊരു ഓപ്ഷനാണ് വരുന്നത്. അപ്പം വൈറ്റി സ്റ്റുഡിയോയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണുന്നത് കേട്ടോ. അപ്പം ഇത് വായിക്കുമ്പോൾ ഏണിങ്സുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാകും. മെയ് 12 മുതൽ എന്തോ ഒരു മാറ്റം വരുന്നുണ്ടെന്നും ഒക്കെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ മാനേജ് എന്ന് പറയുന്നുണ്ട്. ആ ഓപ്ഷനിൽ പിടിച്ച് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മറ്റൊരു ഓപ്ഷനിലേക്കാണ് അത് പോകുന്നത്. അപ്പം ആ ഓപ്ഷൻ മാനേജ് പിടിച്ച് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് മാനേജ് മിഡ്രോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ആർട്സിൻ്റെയാണ് വരുന്നത് കേട്ടോ. അപ്പം ആ ആർട്സ് എന്ന് വെച്ചാൽ അതൊന്ന് സേവ്, ആ ആർട്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബുകാർ പറയുന്നത് ഇപ്പം ഒരു 12 മിനിറ്റ് മുകളിലായിട്ടൊരു ആർട്സ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ചെറിയ ചെറിയ ആർട്സ് വെച്ച് നമുക്ക് കൊടുത്ത് നമുക്ക് ഇരട്ടി പണം സമ്പാദിക്കാം എന്നാണ് പറയുന്നത്. അതേസമയം നമ്മളായിട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഓരോ വീഡിയോസും നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ആർട്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതേസമയം യൂട്യൂബുകാർ മാത്രം യൂട്യൂബുകാർ ഓട്ടോമാറ്റിക്കലി ചെയ്യാനായിട്ടുള്ള ഇത് ആണ് ഈ സേവിൻ്റെ സംഭവം കൊടുത്തേക്കുന്നത്. അപ്പം അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിന് ഇഷ്ടമുള്ളിടത്തല്ല യൂട്യൂബുകാർ തന്നെ നമ്മുടെ ആർട്സിനകത്ത് എവിടെയൊക്കെയാണ് ആൾക്കാർ കാണുന്നത് എന്ന് അവർക്കൊരു നിശ്ചയമുണ്ടല്ലോ. നമ്മൾ കാണുന്നത് ആൾക്കാർ കാണുന്നത് എവിടെയൊക്കെയാണെന്നുള്ള ആ ഒരു രീതിക്ക് കൊണ്ടുവന്ന് ആർട്സിനകത്തെല്ലാം ഓരോ ആർട്സ് കൊണ്ടുവന്ന് നമ്മൾ പറയുന്ന ഒരു പോയിന്റിലും കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് ആൾക്കാർ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കൂടെ വരുമാനം കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ്. അപ്പം നമ്മൾ സേവ് എന്നും പറഞ്ഞിട്ട് ആ ബട്ടണിൽ പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് യൂട്യൂബുകാർ തന്നെ നമുക്ക് ആഡ്സ് എല്ലാം കൊണ്ടുവന്നിടും. അല്ലാതാണെങ്കിൽ നമ്മൾ ഓരോ വീഡിയോയ്ക്കും നമ്മൾ ഓരോ ആഡ്സ് കൊടുക്കേണ്ടി വരും. ഏകദേശം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു അവസരമാണ്. അപ്പം ഇത് ആരും പ്രയോജനപ്പെടുത്താതിരിക്കരുത്. നമ്മളായിട്ട് സ്വയം യൂട്യൂബുകാർക്കായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂട്യൂബുകാർ തന്നെ നമുക്ക് ആഡ്സ് ഇട്ട് തന്നുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് പിന്നെ അത്യാവശ്യം 1, 2, 3 ആഡ്സ് ആയിരുന്നു നമുക്ക് നേരത്തെ 12 മിനിറ്റൊക്കെ ഉള്ളതിന് കയറുന്നു. ഇപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണുന്നതനുസരിച്ച് നമുക്ക് ആഡ്സ് കൊടുക്കാം. പക്ഷേ അതെന്ന് വെച്ചാൽ നമ്മൾ ഡെസ്ക്ടോപ്പിലൊക്കെ പോയി നമ്മൾ ഓരോ വീഡിയോസ് ഇടുന്നതിനും അനുസരിച്ച് നമ്മൾ ആഡ്സ് കൊടുക്കണം. ഇതാകുമ്പോൾ യൂട്യൂബുകാർ തന്നെ നമ്മൾ എവിടെയാണ് ഏത് ഭാഗമാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്, അവർക്ക് എന്താണ് പ്രിയപ്പെട്ടത് നമ്മുടെ ഓരോ വീഡിയോസിനും എന്നുള്ളത് യൂട്യൂബുകാർക്ക് മെയിനായിട്ടും അറിയാം. അപ്പോൾ അവരായിട്ട് ഓരോ ആഡ്സ് ഓരോ പോയിൻറ്റിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുത്താൽ സ്കിപ്പ് ചെയ്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കൂടി ഏണിങ്സ് നമുക്ക് കൂടും. അപ്പം ഇരട്ടി ഏണിങ്സ് നമുക്ക് കൂടും. അപ്പോൾ അതിനുവേണ്ടിയാണ് യൂട്യൂബർ ഇങ്ങനെ ഒരു പ്രൊമോഷൻ നമ്മളിലേക്ക് എത്തിക്കുന്നത്. അത് മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇന്നൊരു വീഡിയോ ഇട്ടൊക്കെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.